ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്വന്തം എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് ഒരു കുഞ്ഞു ബ്ലോഗാണ് കേട്ടോ. നമ്മൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ വീട്ടിലുള്ള ഉച്ചയ്ക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളുമായിട്ട് ആണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്ന വാഴത്തൊപ്പൊക്കെ ഇപ്പോൾ കുലച്ചു കേട്ടോ. ഇത് നമ്മുടെ വാഴത്തോട്ടമൊന്നുമല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനോട് ചേർന്ന് നിൽക്കുന്നത് നല്ല ഒരു ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തതേ ഉള്ളൂ. അപ്പോൾ ചുമന്ന കപ്പപ്പഴമാണ് കേട്ടോ. അപ്പോൾ ഈ വിളയുടെ ഉടമസ്ഥന് ഇതെല്ലാം പാകമാകുമ്പോഴത്തേക്കും വിൽക്കാറുണ്ട്. അപ്പോഴത്തേക്കും നമുക്കും വീട്ടിൽ ഇങ്ങനെ ഒരു കൊല ഫ്രീ ആയിട്ട് തരും കേട്ടോ. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ മുളക് രണ്ടാമത്തെ സീസണിൽ ഇപ്പോൾ മുളകൊക്കെ പിടിച്ചു കേട്ടോ. അപ്പോൾ ഇതൊരു കുഞ്ഞ് തൈയായിരുന്നു. ഇത് ഞാൻ കേരളത്തിൽ നിന്ന് കൊണ്ടുവന്ന തൈയാണ്. അപ്പോൾ ഇത്രയും വലിയ ചെടിയാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. പക്ഷേ ഇപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം നിറയെ മുളകൾ പിടിച്ചു കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിന് നല്ല സന്തോഷമാണ്. അപ്പോൾ ഞാൻ എന്നും ഇപ്പോൾ മീൻകറിയിൽ പിച്ചിടാറുണ്ട്. നല്ല മണമാണ്, പൊട്ടിക്കുമ്പോൾ നല്ല മണമാണ് ഈ മുളകിന്. ഈ മുളക് തൈയെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ മറക്കാതെ കാണണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ ഈ മുളകൊക്കെ പിടിച്ചിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. കാരണം ഞാൻ ആ നട്ട മുളക് ആദ്യമായിട്ടാണ് കിളിക്കുന്നത്. ഇങ്ങനെ ചെടികളും നട്ടാൽ കിളിക്കാറില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അനിയൻ്റെ വീടിനോട് ചേർന്ന് ഒരു തെങ്ങിൽ മയിൽ വന്നെന്ന് പറഞ്ഞാൽ അത് കാണാൻ പോയതാണ്. പക്ഷേ മയിൽ ഇതേ പറന്ന് പോകുന്നുണ്ടല്ലേ, അത് പറന്ന് പോയിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്കും വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. പിന്നെ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചിട്ടിയുടെ വീട്ടിലോട്ട് പോയി കേട്ടോ. ചിട്ടി ചിറ്റപ്പനൊക്കെ വീട് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഉച്ചയ്ക്ക് ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു 12 മണിയൊക്കെ ആയപ്പോൾ പോയ വഴിക്ക് ഞങ്ങൾ വെള്ളം താഴ്ച്ചു. അങ്ങനെ ഒരു ബേക്കറിക്കറി ജ്യൂസ് കഴിച്ചു. ഞാൻ മാംഗോ ഫ്രൂട്ടാണ് മേടിച്ച് കഴിച്ചത്. ഞങ്ങൾ ബീഫൊക്കെ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോൾ ചിട്ടിയും ചിറ്റപ്പനും ചിക്കനൊക്കെ എടുത്ത് വെച്ചിട്ട് ഞങ്ങളെ കാത്തിരിക്കുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ചിക്കൻ കറി വെച്ചു, ബീഫ് ഒലത്തി, പിന്നെ ചപ്പാത്തി മേടിച്ചു, റെഡിമെയ്ഡ് ചപ്പാത്തി മേടിച്ചു, പിന്നെ ചോറുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം അവിടെ ആഘോഷിച്ചു. രാത്രിയാണ് തിരികെ പോയത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ നാത്തൂനാണ്. നാത്തൂൻ എന്ന് പറയുമ്പോൾ സൈഷേട്ടൻ്റെ ചിട്ടിയുടെ മോളാണ് കേട്ടോ. ചേച്ചി ദുബായിലായിരുന്നു. അപ്പോൾ ലീവിന് വന്നതാണ്. ചേച്ചി തന്നെയാണ് 2 കറിയും വെച്ചത്. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇച്ചിരി എരിവ് കൂടുതലായിരുന്നു. അത് ചേച്ചി എല്ലാ കറികളിലും എരിവ് കൂടുതലിടാറുണ്ട്. പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ബീഫ് എടുത്തതൊക്കെ തിന്നാൻ നല്ലതായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും ബീഫും ചിക്കനൊക്കെ ആയിട്ട് ഞങ്ങൾ കഴിച്ചിട്ട് അടിച്ചു പൊളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചിട്ട് എല്ലാവരുമായിട്ട് തമാശയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു. രാത്രി 9 മണിക്കാണ് തിരികെ വീട്ടിൽ പോയത്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ പ്ലീസ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നടന്നുകൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ സ്വന്തം രജി. ടാറ്റാ.